ഹായ് ഓൾ, എല്ലാവർക്കും KS മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പോർഷനിലെ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ്, ഈവൻ പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, 10th ലെവൽ എക്സാം ആയിക്കോട്ടെ, ഇതിനെല്ലാം കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ന പോർഷനിൽ വരുന്ന ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന പോർഷനിൽ ചോദിക്കുന്നത് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസ് ചെയ്ത് ഔട്ട്പുട്ട് ഡിവൈസ് ചെയ്ത് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. മാത്രമല്ല ഇതുവരെ ചോദിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ SCRT ബേസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസിന്റെ സെഷൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 SCRT ബേസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഒരു 13ഓളം ഇൻപുട്ട് ഡിവൈസ് ആണ് ടെക്സ്റ്റിൽ പറയുന്നത്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെട്ടു പോവാം. പൊതുവെ ഇൻപുട്ട് ഡിവൈസസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലെ? കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, അത്യാവശ്യപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് എല്ലാം നമ്മൾ എപ്പോഴും എവരിഡേ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ്, ഈ 13 ഇൻപുട്ട് ഡിവൈസസും എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളെ സിലബസിനകത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനകത്താണ് ഇൻപുട്ട് ഡിവൈസസ് ഉള്ളത് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നാൽ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ പാർട്ടിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഹാർഡ്വെയറിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസസ്, മറ്റൊന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസസ്, ദെൻ CPU ആൻഡ് മെമ്മറി. ഈ ഒരു 4 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഹാർഡ്വെയർസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ. ഇത് കൂടാതെ മദർ ബോർഡ് ഉണ്ട്, ദെൻ പെരിഫറൽസ് ഉണ്ട്, പിന്നെ പോർട്ടുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാലും ഒരു വലിയ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ഒരു വൈഡ് ആംഗിളിൽ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, CPU. ഈ ഒരു ഹാർഡ്വെയറിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണെന്നാണ് പറഞ്ഞത്? ഇൻപുട്ട് ഡിവൈസസ്. നോക്കാം നമുക്ക് എന്താണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ അറിയേണ്ടത്? എന്താണ് ഇൻപുട്ട് എന്നറിയണം അല്ലേ? എന്താ ഇൻപുട്ട്? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയപ്പെടുന്നത്. ഇനി ആ ഇൻപുട്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. ഈ ഇൻപുട്ട് ഡിവൈസസ് നമ്മുടെ യൂസറിനെ കമ്പ്യൂട്ടറിന് ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എന്താക്കി മാറ്റണം? കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിലേക്ക് മാറ്റണം അല്ലേ? സോ അങ്ങനെ ഒരു പർപ്പസ് ആണ് ഇൻപുട്ട് ഡിവൈസസിനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കീബോർഡാണ്. കീബോർഡിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. എന്താ കീബോർഡ്? നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താ നമ്പേഴ്സും ആൽഫബറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. ആർക്കും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ? ഈ കീബോർഡിനകത്ത് എന്താ സംഭവിക്കുക? കീബോർഡ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇത് ആൽഫബറ്റ് ആയിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ആസ്കി കോഡായിട്ട് മാറ്റുന്നു. ആസ്കി കോഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോഡാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് എൻ്റെ ഫുൾ ഫോം വരുന്നത്. കമ്പ്യൂട്ടർ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കോഡാണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇനി കീബോർഡ് കണ്ടുപിടിച്ചതാണ് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് നമ്മൾ നോക്കി കീബോർഡാണ്. ഓക്കെ, നെക്സ്റ്റ് പോവാം. അടുത്തത് മൗസ്. മൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ ബേസിക് ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. മൗസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. അതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, എന്താ പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കഴ്സറിന്റെ പൊസിഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പോയിന്റിംഗ് ഡിവൈസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. എന്തിനാണ് മൗസ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സ്ക്രീനിലെ കഴ്സറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മൗസ് എന്ന് പറയുന്നത്. ഇൻവെൻറ്റ് ചെയ്തത് ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് മൗസിനെ ഇൻവെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് പോവാം. മൗസ് കഴിഞ്ഞു, കീബോർഡ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ പോകുന്നത് ലൈറ്റ് പെൻ ആണ്. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് തന്നെയാണ്. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു പെന്ന് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുമേ, പെന്ന് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ വരയ്ക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് പെന്നാണ് ലൈറ്റ് പെൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ എഡിറ്റ് ഡിസൈനിങ്ങിൽ CAD ഡിസൈനിങ്ങിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഡിസൈനേഴ്സ് എന്ത് ചെയ്യും? ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തൊട്ടുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവരുടെ ഡിസൈൻസ് വരയ്ക്കും. ഓക്കെ, ലൈറ്റ് പെൻ. ഓക്കെ, ഇവിടെ ലൈറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത്. പിന്നെ അതുപോലത്തെ ഒരു ഉപകരണമാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ ഉണ്ടല്ലോ, ഓക്കെ, നമ്മൾ ഈ ബോർഡിൽ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റൈലസും അതുപോലത്തെ ഒരു ഡിവൈസാണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിൽ തൊട്ടുകൊണ്ട് തന്നെ എഴുതാനായിട്ട് കഴിയുന്ന ഡിവൈസ്. ഇത് സ്റ്റൈലസ് ആണ്, മറ്റേത് ലൈറ്റ് പെൻ ആണ്, മറന്നു പോകരുത്. നെക്സ്റ്റ് വരുന്നത് ഗ്രാഫിക് ടാബ്ലറ്റ് അഥവാ ഡിജിറ്റൈസർ ആണ്. ഗ്രാഫിക് ടാബ്ലറ്റിന്റെ മറ്റൊരു പേരാണ് ഡിജിറ്റൈസർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഡിജിറ്റൈസറിനൊരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ കാണും. ഓക്കെ, റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കാണും. പിന്നെ അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പെണ്ണ് കാണും. അപ്പോൾ ഈ പെണ്ണ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിസ്റ്റുകൾക്ക് ഡിജിറ്റൽ ഗ്രാഫിക്കൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൈസർ അഥവാ ഗ്രാഫിക് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ കാണും. ഈ പെണ്ണ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? അവർ വരയ്ക്കുന്നു. ആ വരയ്ക്കുന്നത് ഗ്രാഫിക്കൽ ഇമേജ് ആയിട്ട് ഡയറക്റ്റ്ലി കൺവേർട്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കീബോർഡായി, മൗസായി, ദെൻ ലൈറ്റ് പെന്നായി, ഗ്രാഫിക് ടാബ്ലറ്റ് അഥവാ ഡിജിറ്റൈസർ. ഈ ഒരു ടേം ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൈസർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. ഗ്രാഫിക് ടാബ്ലറ്റിനെ തന്നെയാണ് ഡിജിറ്റൈസർ എന്ന് പറയുന്നത്. അടുത്ത ടച്ച് പാഡ് ആണ്. ഇവൻ നമുക്ക് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ലാപ്ടോപ്സിലൊക്കെ ഇൻബിൽട്ട് ആയിട്ട് കാണപ്പെടുന്ന മൗസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടച്ച് പാഡ് ഇതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇവിടെ 2 കീസ് കാണും. ഒന്ന് നമുക്ക് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, അതുപോലെ തന്നെ കീ പോലത്തെ സംഭവം ബട്ടൺസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? മൗസിൻ്റെ സെയിം ഫംഗ്ഷനാണ്. കഴ്സറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടച്ച് പാഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഇൻപുട്ട് ഡിവൈസസ് നോക്കും മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. KS മിനറിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ജോയിൻ ചെയ്തേക്കാം, നോട്ട് ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് ഈ മാസം KS മിനറിൽ ആരംഭിക്കുകയാണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മെയിൻസ് ബാച്ചായ SI മെയിൻസ്, LSGS, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഈ പോസ്റ്റുകളുടെ മെയിൻസ് ബാച്ചും കറന്റ് റണ്ണിംഗ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അടുത്ത് നോക്കാം നമുക്ക് ജോയ്സ്റ്റിക്ക്. ഓക്കെ, ജോയ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇത് അതിൻ്റെ ഇപ്പോഴത്തെ ഫോമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ കൈയിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ജോയ്സ്റ്റിക്ക് ആയിരുന്നു പണ്ട്. ഇപ്പോഴാണ് അതിൽ ഈ ഒരു ഫോമിലേക്ക് മാറിയിട്ടുള്ളത്. അതായത് നമ്മൾ വീഡിയോ ഗെയിംസ് പ്ലേ ആവുകയാണെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ ഈ കൈ അല്ലെങ്കിൽ ഈ ഒരു ജോയ്സ്റ്റിക്കിനെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അതിലുള്ള ഡിജിറ്റൽ ഇമേജസിനെ മൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഈ കീസ് മൂവ് ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ മൂവ്മെന്റ്സിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസും സിമുലേറ്റേഴ്സ് ആൻഡ് ഡ്രോണും റോബോട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഈ ജോയ്സ്റ്റിക്കിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് മൈക്രോഫോൺ ആണ്. എന്താ മൈക്രോഫോൺ? ഞാൻ വെച്ചിരിക്കുന്നത് മൈക്രോഫോൺ ആണല്ലേ. അതായത് നമ്മുടെ സൗണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് എനർജിയെ എന്താക്കി കൺവേർട്ട് ചെയ്യാൻ, ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൈക്രോഫോൺ. ഈ മൈക്രോഫോണും ലൗഡ് സ്പീക്കറും തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മൈക്രോഫോൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സൗണ്ടിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൈക്രോഫോൺ. ഓക്കെ, ഇനി ലൗഡ് സ്പീക്കർ എന്താണ്? തിരിച്ച് ഡിജിറ്റലിനെ എന്താക്കി മാറ്റാൻ, സൗണ്ടായിട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലൗഡ് സ്പീക്കർ. അപ്പോൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ് ആണെന്നാൽ ലൗഡ് സ്പീക്കർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മറന്നു പോകരുത്. ഓക്കെ, മൈക്രോഫോൺ ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇൻപുട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ സൗണ്ടിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു സൗണ്ടിനെ. അടുത്ത് നമുക്ക് സ്കാനർ ആണല്ലേ. സ്കാനർ യൂസ് ചെയ്യുന്നത് എന്തിനാ? എന്തെങ്കിലും ഡോക്യുമെന്റ്സോ എന്തെങ്കിലും കാര്യങ്ങളോ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്കാനർ. ഓക്കെ, അപ്പോൾ അത് സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസിന്റെ വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ നോക്കാം. സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഡിജിറ്റൽ ഫോർമാറ്റിൽ, അതായത് ഇൻഫർമേഷനെ ക്യാപ്ചർ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻപുട്ട് ഡിവൈസ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ OMR ആണ്. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഇൻപുട്ട് ഡിവൈസസ് ആയിരുന്നു അല്ലേ. ഇനി നോക്കാൻ പോകുന്ന ഇൻപുട്ട് ഡിവൈസസ് നമുക്ക് അത്ര കണ്ട് ഫെമിലിയർ അല്ല, പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ. നോക്കാം. ആദ്യത്തത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. എന്താണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ OMR ഷീറ്റിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അല്ലേ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്കാനിങ് ഡിവൈസ് ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? OMR ഷീറ്റുകളിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. OMR ഷീറ്റിൽ എന്ത് കാണും? നമുക്ക് ബബിൾ ചെയ്യാനുള്ള പോർഷൻസ് കാണും അല്ലേ. സോ ആ മാർക്കുകളെ റെക്കഗ്നൈസ് ചെയ്ത് റീഡ് ചെയ്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് എന്താണ് ഇപ്പോൾ ഒരു കറക്റ്റ് ഉത്തരത്തിന് 1 മാർക്ക്, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ 0.33, അങ്ങനെയൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ റീഡ് ചെയ്ത് കറക്റ്റ് കാൽക്കുലേഷൻസ് തരുന്ന ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ടൈപ്പ് ടെസ്റ്റുകൾക്കും ക്വസ്റ്റ്യനേഴ്സിനും ഒക്കെ ആണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് അഥവാ സ്കാനിങ് ഡിവൈസ് ആണ്. ഓക്കെ, മാറിപ്പോകരുത്, ഇൻപുട്ട് ഡിവൈസ് ആണ്. അതാണ് OMR. അടുത്ത് വരുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അഥവാ MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നോ റെക്കഗ്നേഷൻ. ആ ടെക്നിക്കിനെയാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ആ ഡിവൈസിനെയാണ്
MICR എന്ന് പറയപ്പെടുന്നത്. ഈ MICR മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാങ്കുകളിലാണ്. ബാങ്കുകളിൽ ചെക്കുകളുടെ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടും ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഈ MICR എന്ന് പറയുന്നത്. ഈ MICR യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ഉണ്ടല്ലോ, ചെക്കിന് താഴെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. കുറച്ച് കോഡഡ് ആയിട്ടായിരിക്കും അത് വരുന്നത്. കുറച്ച് കോഡ് കാണും അതിനകത്ത്, ഏത് ബ്രാഞ്ച് ആണ്, ഏത് ബാങ്ക് ആണ്, അങ്ങനെ കുറച്ച് ചെക്കിന്റെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടായി. ഈ എൻ്റർ ചെയ്തിരിക്കുന്നത് അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് ഉള്ള ടൈപ്പ് ഓഫ് ഇങ്ക് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ അയൺ ഓക്സൈഡിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ റീഡറിന് വേഗം ഈ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും, വേഗം പെട്ടെന്ന് ചെക്കിന് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പോസിബിൾ ആക്കും. ഓക്കെ, ആ ഒരു ടെക്നിക്കാണ് MICR എന്നുള്ളത്. അതും ബേസിക്കലി ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എവിടെ യൂസ് ചെയ്യുന്നു, ബാങ്കുകളിൽ യൂസ് ചെയ്യുന്നു. ചെക്കുകൾ പെട്ടെന്ന് ഇലക്ട്രോണിക്കലി ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാർകോഡ് റീഡർ ആൻഡ് QR കോഡ് റീഡർ ആണ്. എന്താണ് ബാർകോഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടയിലൊക്കെ പോയി ഷോപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും അല്ലേ. ഓരോ പ്രോഡക്റ്റ്സിന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോഡിനെ ഡീകോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്നറിയപ്പെടുന്നത്, ബാർകോഡ് റീഡർ എന്നറിയപ്പെടുന്നത്. ഇവിടെ എന്താണ് ഈ ബാർകോഡ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡയമെൻഷനിലാണ്. ഓക്കെ, അതായത് ഒരു ഡയമെൻഷൻ, അതുകൊണ്ടാണ് സിംഗിൾ ഡയമെൻഷനൽ ആയതുകൊണ്ട് തന്നെയാണ് അത് അടുത്ത് വെച്ചാൽ മാത്രമേ ഈ റീഡ് ചെയ്യുള്ളൂ. QR കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലേ, ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവരല്ലേ നിങ്ങൾ. അപ്പോൾ QR കോഡ് 2 ഡയമെൻഷനിലാണ്. ബാർകോഡ് 1 ഡയമെൻഷനലും QR കോഡ് 2 ഡയമെൻഷനലുമാണ്. അതുകൊണ്ടാണ് കുറച്ച് അകലിൽ നിന്ന് സ്കാൻ ചെയ്താൽ പോലും നമുക്ക് ആ സ്കാൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ QR കോഡിനെ അല്ലെങ്കിൽ QR-ൻ്റെ ഫുൾ ഫോം ക്വിക്ക് റെസ്പോൺസ് എന്നാണ്. QR കോഡിനെ സ്കാൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റീഡേഴ്സിനെ നമ്മൾ എന്തെന്നറിയപ്പെടുന്നു, ക്വിക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ QR റീഡർ എന്നറിയപ്പെടുന്നു. രണ്ടെണ്ണം, ബാർകോഡ് റീഡറും QR കോഡ് റീഡറും. രണ്ടും വേറൊന്നുമില്ല, 2 കോഡുകളെ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോമെട്രിക് സെൻസർ ആണ്. എന്താണ് ബയോമെട്രിക് സെൻസേഴ്സ്? നമുക്ക് ഓരോ ഹ്യൂമനും ഓരോ യുണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ്, ഓരോ മനുഷ്യനും അത് യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഐറിസ്, അതും യുണീക്ക് ആയിരിക്കും. സോ അത്തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത ശേഷം പേഴ്സണിന്റെ ഐഡന്റിറ്റിയെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്തെന്ന് പറയുന്നത് ബയോമെട്രിക് സെൻസർ. വേറെ ഒന്നുമില്ല, നമ്മളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്ത് നമ്മൾ പഞ്ച് ചെയ്യും, അതായത് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ബയോമെട്രിക് സെൻസേഴ്സ്. ഇതിൽ ഫിംഗർ പ്രിന്റ് സെൻസേഴ്സ് വരും, ദെൻ ഐറിസ് സെൻസേഴ്സ് വരും, റെറ്റിനൽ സെൻസേഴ്സ് വരും. അങ്ങനെ പല ടൈപ്പ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഐഡന്റിറ്റി ഓതന്റിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ബയോമെട്രിക് സെൻസേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സ്മാർട്ട് കാർഡ് റീഡർ ആണ്. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. സോ ആ കാർഡുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് സ്മാർട്ട് കാർഡ് റീഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസർ ചിപ്പോ എന്തെങ്കിലും കാണും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കിലും ഹെൽത്ത് കെയർ ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റ്സിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് സ്മാർട്ട് കാർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്മാർട്ട് കാർഡ് അല്ല, സ്മാർട്ട് കാർഡ് റീഡർ. ഓക്കെ, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതായത് ഈ സ്മാർട്ട് കാർഡിലുള്ള ഡീറ്റെയിൽസിനെയൊക്കെ ഇൻപുട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പിക്ചേഴ്സ് എടുക്കുക അല്ലെങ്കിൽ പിക്ചേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഡിജിറ്റൽ ക്യാമറ എന്നറിയപ്പെടുന്നത്. പിക്ചേഴ്സ് എടുത്ത ശേഷം അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. നമ്മുടെ 2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ്. ഒന്നാമത്തത്, ഡിജിറ്റൈസർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ കണ്ടു അല്ലേ, ഗ്രാഫിക് ടാബ്ലറ്റ് അഥവാ ഡിജിറ്റൈസർ എന്താ ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ ഈസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്. ശരിയല്ലേ, പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന സെഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ. ജോയിസ്റ്റിക് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. ജോയിസ്റ്റിക് ഇൻപുട്ട് ഡിവൈസ് എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കാനും സിമുലേഷൻസിനും റോബോട്ടിക്സിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ ചോദിച്ചത് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം ഇത്തരത്തിലുള്ള സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എപ്പോഴും ഇൻപുട്ട് ഡിവൈസസ് എന്ന് ചോദിക്കാറുള്ളത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഒന്ന് സ്പീക്കർ, മോണിറ്റർ, പ്രിൻ്റർ, സ്കാനർ. ഇതിൽ ഏതാ ഇൻപുട്ട് ഡിവൈസ്? സ്പീക്കർ ഞാൻ നേരത്തെ പറഞ്ഞു, ലൗഡ് സ്പീക്കറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ.
സൗണ്ടിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പീക്കർ. മോണിറ്ററും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻ്റർ എന്ത് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്കാനർ മാത്രമാണ് ഇവിടെ ഇൻപുട്ട് ഡിവൈസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതും 2024 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇതും 2021 ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ്. OMR, പ്ലോട്ടർ, പ്രിൻ്റർ, സ്പീക്കർ, ഇതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറിൻ്റെ പോർഷനിൽ നിന്ന് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഒരു ഓപ്ഷൻസ് തന്നിരുന്നാൽ അതിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള നോളജ് മാത്രമേ ഇതുവരെയും PS ചെക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പോർഷൻ കൂടിയ ഇൻപുട്ട് ഡിവൈസസ് നോട്ട്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. ഇക്കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എക്സാംസിൽ KS മിൻറ്ററിന് ഇത്രയധികം റിസൾട്ടുകളാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതിന് കാരണം ഞങ്ങളുടെ AI എൻഹാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ മെത്തേഡ് തന്നെയാണ്. നിങ്ങളും ഒരു ഉന്നത വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് KS മിൻറ്ററിൽ ജോയിൻ ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഈ മാസം ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞവർക്ക് SI, LSD സെക്രട്ടറി, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മുതലായ ടെസ്റ്റുകളുടെ മെയിൻസ് ബാച്ചും കറന്റ് റണ്ണിംഗ് ആണ്. കോഴ്സുകളെ പറ്റി അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എല്ലാവരും ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ആൻസേഴ്സ് കമന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.